ഡോക്ടർ അനഘ, നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കൊട്ടാരക്കരയിലെ ഒരു +2 വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ മതം മാറ്റാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നത് വാർത്തയിൽ ഇടം പിടിച്ചത്. ആ വാർത്ത ഒരുപക്ഷെ ജനം TV മാത്രമായിരിക്കും കൈകാര്യം ചെയ്തത്. ആ പെൺകുട്ടിയുടെ അമ്മ പറയുകയാണ്, ഈ പെൺകുട്ടിയോട് സ്നേഹം നടിച്ച ഈ പയ്യന് ഈ പെൺകുട്ടിയെ മതപരിവർത്തനം ചെയ്തു കൊടുത്താൽ സത്യസരണി അടച്ചുപൂട്ടിയെങ്കിലും അതിനോടനുബന്ധമായ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അവർ പറഞ്ഞതിൽ നിന്ന്. അവിടെ പറയുന്നത് ഈ ഒരു പെൺകുട്ടിയെ മതം മാറ്റിക്കൊടുത്താൽ കിട്ടുന്നത് ലക്ഷങ്ങളാണ്, അങ്ങനെ വീട്ടിലെ കടം തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആൺകുട്ടിയെ ഈ പെൺകുട്ടിയുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടാൻ വീട്ടുകാർ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് സംഘടിതമായ ഈ മതപരിവർത്തന ലോബി എന്ന് പറയുന്നത്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയല്ലേ ഈ ആർഷ സമാജത്തിലെത്തുന്ന പല പെൺകുട്ടികളും തുറന്നു പറയുന്നത് ഡോക്ടർ അനഘ? തീർച്ചയായും നിമിഷാജി, അത് തന്നെയാണ് ഞാൻ കുറച്ച് സമയം മുമ്പ് പറഞ്ഞത്. പല വിധത്തിൽ ചതിയിലൂടെയാവാം, പ്രലോഭനങ്ങളിലൂടെയാവാം, പ്രണയത്തിലൂടെയാവാം, പ്രണയനാട്യത്തിലൂടെയാവാം, അങ്ങനെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവർ മതത്തിലേക്ക് ആളെ ചേർക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഈ ഒരു സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നുള്ളതായിരിക്കാം, ഒരു പക്ഷെ കേരളത്തെ അപമാനിക്കുന്നു എന്നുള്ള തരത്തിലായിരിക്കാം ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ IS ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞത്, അദ്ദേഹം പ്രസ്താവിച്ച ലിസ്റ്റ് പ്രകാരം 100ഓളം ആൾക്കാരാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രണയക്കെണിയിൽപ്പെടുത്തി പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിൽ എത്തിച്ച സംഭവങ്ങൾ നടന്നത് ഭാരതത്തിൽ എവിടെയാണ്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. പ്രണയിച്ചോ മതം മാറ്റിയോ ജനസംഖ്യ വർദ്ധിപ്പിച്ച് കേരളത്തെ മതാധിഷ്ഠിത സംസ്ഥാനമാക്കണം എന്ന അജണ്ട ചില മതവിഭാഗങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻജിയാണ്. അദ്ദേഹം ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു? നമ്മുടെ കേരളത്തിലെ തന്നെ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച സിമി 2047 ഭാരതം ഇസ്ലാമിക രാജ്യമാക്കാനുള്ള അജണ്ടയുമായി പ്രവർത്തിച്ച നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFIയുടെ ഉദ്ഭവവും പ്രവർത്തന കേന്ദ്രവും ഏത് സംസ്ഥാനത്തായിരുന്നു? നമ്മുടെ ഈ കൊച്ചു കേരളത്തിലായിരുന്നു. ഭീകരവാദത്തിന്റെ റിക്രൂട്ട്മെന്റ് വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് തുറന്നു പ്രഖ്യാപിച്ച മുൻ DGPമാർ TP സെൻകുമാർ സാർ, ലോക്നാഥ് ബെഹ്റ സാർ, അവരൊക്കെ ഏത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരായിരുന്നു? ഈ കൊച്ചു കേരളത്തിലായിരുന്നു. ഇതിനെല്ലാം പുറമെ ആർഷവിദ്യാ സമാജം കഴിഞ്ഞ 26 വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളിലെ മതം മാറുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന അതിന്റെ അനുഭവ സാക്ഷ്യങ്ങളായ ഞങ്ങളോട് തന്നെ ഇങ്ങനെ ഇത് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന് ഇത് തമാശയായിട്ടാണ് തോന്നുന്നതെന്ന്. പക്ഷെ ആയിരക്കണക്കിന് അമ്മമാരുടെ, അച്ഛന്മാരുടെ, കുടുംബങ്ങളുടെ കണ്ണീരിന് മുകളിൽ അദ്ദേഹം അതൊരു തമാശയായി കാണുക എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. ആ അമ്മമാരുടെ കുടുംബങ്ങളിലെ തീയാണ് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. അങ്ങേക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സിനിമ ഒരു ട്രെയിലർ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്, പക്ഷേ പലരെയും പൊള്ളിക്കുകയാണ് ഈ സിനിമ. ഇത് പുറത്തു വന്നാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാതെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇതിനെ വികലമായി ചിത്രീകരിക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണ് നുസ്രത് ജഹാൻ? ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറഞ്ഞ് നേതാക്കന്മാർ ഇറങ്ങുന്ന കാലഘട്ടം കൂടി വന്നു എന്ന് ഈ ചർച്ചയോടെ മനസ്സിലാക്കുന്നത്. പക്ഷെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിനെ മതപരിവർത്തനം ചെയ്ത് മാറ്റിയതിനെ നമ്മളൊന്നും ശബ്ദിച്ചില്ല. കേരളത്തിലെ ഹിന്ദുക്കൾ തീരെ ശബ്ദിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യമായിട്ടും ആ സമയം തൊട്ടാണ് ഇവർക്ക് ധൈര്യം കിട്ടിയത്. ഒരു പൊട്ട് മായ്ക്കുക, ഇത്രയും വെച്ച ഒരു സിന്ദൂര പൊട്ടോട് കൂടി തന്നെ ആ മായ്ച്ചു കളഞ്ഞ ഇന്ത്യയിൽ എന്തൊരു സുന്ദരമായ മുഖം. ഷോള് ഞാൻ എടുത്തു കളഞ്ഞു. ഈ സിന്ദൂരം, നമ്മുടെ പൊട്ടുകൾ, നമ്മുടെ ഭാരതത്തിന്റെ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂരം വായിച്ച വിധവകൾക്കായിരുന്നെങ്കിൽ ഇവിടുത്തെ പൊട്ട് മായ്ച്ച് ഹിജാബ് ഇടുന്ന പെൺകുട്ടികൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ചാലഞ്ച് ഏറ്റുകൊടുത്ത് നമ്മൾ ഇത് ഒരു മുന്നേറ്റമായിട്ട് മാറട്ടെ ഈ ചർച്ച എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തന്നെ നിർത്തുന്നു. ഒട്ടേറെ അമ്മമാരുടെ, അച്ഛന്മാരുടെ ഒക്കെ
കണ്ണീരുണ്ട് ഈ കേരള സ്റ്റോറിക്ക് പുറകിൽ എന്ന് പറയുന്നത്. ആ സംവിധായകൻ ഒപ്പിയെടുത്തതും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളെയാണ്. സുരേഖ നായരായാലും ദിവ്യ ബലിവാളായാലും നേഹ സന്തായാലും അവരെല്ലാം നമുക്ക് ചുറ്റുമുള്ള പെൺകുട്ടികളാണ്. അവർ അനുഭവിച്ച യാതനകൾ, ഈ മതം മാറ്റ മാഫിയയുടെ പിന്നിലുള്ള ആഗോള ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മിഴി തുറക്കുകയാണ് കേരള സ്റ്റോറി 2 എന്ന സിനിമ. അത് ഫെബ്രുവരി 27-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിയമക്കുരുക്കിൽ ഇപ്പോൾ തന്നെ അകപ്പെട്ടിരിക്കുകയാണ്.